ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചുമല ചീര തോരൻ വെച്ചതാണ്. അതിനായിട്ട് ഞാൻ തലേനെ അരിഞ്ഞ് വെച്ചിരുന്നു. ജോലിക്ക് പോകുന്ന ടൈമിൽ സമയം കിട്ടത്തില്ല അരിഞ്ഞ് വരുമ്പോഴത്തേക്ക്. നമ്മൾ അരിഞ്ഞ് വെച്ച ചീര ചീനിച്ചട്ടി വെച്ചു. 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതിന് അരപ്പ് ചേർക്കുന്നത് ജാറുകുഴിയിൽ ഒരു 1/2 സ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതായാലും ചേർക്കാം. ചീരയ്ക്ക് പച്ചമുളക് ഞങ്ങളതിന് ചേർക്കാറുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുക്കാം. മിക്സിയിലെടുത്ത് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് ചെറിയ ഉള്ളി, ഇതിനകത്ത് വറ്റൽമുളക് ഇടാതെ ഇല്ലായിരുന്നു, ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ചീരത്തോരൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് ശകലം ഉപ്പ് ഇട്ട് ഇളക്കി ഒരാവി കയറ്റാം. അല്ലാതെയും തോർത്തിയെടുക്കാം. ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് കൂട്ടി വെച്ച് നല്ലതായിട്ട് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതായത് നമ്മുടെ ചീരത്തോരൻ ഒരാവിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് തോർത്തിയെടുത്ത് നടുക്കായിട്ട് നമ്മൾ അരപ്പൊണ്ടിയും കൂടെ പച്ച കെടുത്തി എടുക്കണം. പല്ല് പച്ച വയ്ക്കില്ലേ, ഇതെല്ലാം ചതച്ച് ഇട്ട് കൂട്ടി വെച്ച് നല്ലതായിട്ട് ആവി കയറ്റി എടുക്കാം. ഒരാവിയിലും കൂടെ അരപ്പൊന്ന് വെന്ത് വരുന്നതായിരിക്കും. ഇട്ടതിന് ശേഷം നമുക്ക് തോർത്തി എടുക്കണം. അത് ചിക്കി തോർത്തി എടുക്കുന്നതാണ് തോരൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ, ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല തോരനൊന്നും. കണ്ടോ? എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചീരത്തോരൻ നല്ല വിറ്റാമിനുള്ള തോരനാണ്. താങ്ക് യു.